എല്ലാവർക്കും നമസ്കാരം. പോഷൻ പക്വടയുടെ ഭാഗമായി നമുക്ക് 2 CBI പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ CBI പരിപാടിയുടെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. CBI സംഘടിപ്പിക്കേണ്ട തീയതി 14/3/2024 വ്യാഴാഴ്ചയാണ്. വിളർച്ചയില്ലാതെ വളരാം അഥവാ ടെസ്റ്റ്, ട്രീറ്റ് ആൻഡ് ടോക്ക് ഫോർ അഡ്രസ്സിംഗ് അനീമിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി അനീമിയ ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു CBI പരിപാടിയിൽ നൽകേണ്ടത്. അതിനായിട്ട് വിളർച്ചയെ തടയുന്നതിനായിട്ടുള്ള 6 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. 1. കൃത്യമായ ഇടവേളകളിൽ ഹീമോഗ്ലോബിൻ പരിശോധന നടത്തുക. 2. മൈപ്ലേറ്റ് അഥവാ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക. 3. വിറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക. 4. വിരബാധ ഒഴിവാക്കുക. 5. അയൺ, ഫോളിക് ആസിഡ് ഗുളികകൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. 6. ഇരുമ്പിൻ്റെ ആകിരണം കുറക്കുന്ന പാനീയങ്ങളായ ചായ, കാപ്പി മുതലായവ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ 6 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടാണ് നമ്മൾ CBI പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു CBI പരിപാടിയിൽ പ്രധാനമായിട്ടും പങ്കെടുപ്പിക്കേണ്ടത് ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ, കുട്ടികൾ, അവരുടെ അമ്മമാർ തുടങ്ങിയവരൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു CBI പരിപാടി പോഷൻ ട്രാക്കറിലും കൂടാതെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുമ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. CBI പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഭാഗം കാണും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CBI എന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിഡ് യു ഓർഗനൈസ് ദ CBI ദിസ് മന്ത് എന്ന ഭാഗത്ത് യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻ്റ് എന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഈ രീതിയിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കലണ്ടറിൽ നിന്നും അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ദ തീം ഫോർ CBI എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്മിറ്റ് എന്ന ഒരു ഭാഗം ആഷ് കളറിലായിട്ട് മാറും. പിന്നീട് പിറ്റേ ദിവസമായിരിക്കും അത് റിഫ്ലക്റ്റ് ആയിട്ട് വരിക. പിറ്റേ ദിവസം അത് റിഫ്ലക്റ്റ് ആയിട്ട് വരുമ്പോൾ ലാസ്റ്റ് ഓർഗനൈസ്ഡ് CBI ദിസ് മന്ത് എന്ന ഒരു ഹെഡിങ് കാണും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് CBIയുടെ തീയതിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന ഒരു തീമും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് CBI പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായി CBI പരിപാടിയുടെ വിവരങ്ങൾ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നൽകിയിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആക്ടിവിറ്റി ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗ്രൂപ്പ് എന്ന ഭാഗത്ത് പോഷൻ പക്കോട എന്ന് ഓൾറെഡി കാണാൻ സാധിക്കും. തീം എന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു തീം കൃത്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് സെലക്ട് തീം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന ഓവറോൾ ന്യൂട്രീഷൻ എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓർഗനൈസർ എന്ന ഒരു ഭാഗത്ത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. ലെവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് AWC എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് AWC എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്യുക. തുടർന്ന് താഴെയുള്ള ആക്ടിവിറ്റി എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് CBI കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് എന്ന ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫ്രം ഡേറ്റ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു കലണ്ടറിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ 14 എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സെറ്റ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ടു ഡേറ്റിലും ഇതേ രീതിയിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് സെറ്റ് കൊടുക്കുക. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി താഴെയുള്ള അഡൾട്ട് മെയിൽ എന്ന ഭാഗത്ത് CBI പരിപാടിയിൽ പങ്കെടുത്ത പുരുഷന്മാരുടെ എണ്ണവും അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് CBI പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണവും ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണവും ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണവും കൃത്യമായി രേഖപ്പെടുത്തുക. തുടർന്ന് അപ്ലോഡ് പിക്ചർ എന്ന ഒരു ഭാഗത്ത് നമുക്ക് CBI പരിപാടിയുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് കൊളാഷ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ കൊളാഷ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ
CBI പരിപാടിയുടെ ഏറ്റവും നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഫോട്ടോ ഏതാണോ അതിൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഡൺ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ പേര് ഈ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ ഒരു സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ജന്നന്തോളം ഡാഷ്ബോർഡിൽ CBI പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ CBI പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.